ജനറൽ PSC എഴുതിയെടുക്കുന്നതിന്റെ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 20 മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു സമുദ്രത്തിലേക്ക് പോകുന്ന ഒരു കടലാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ 100 മാർക്കിലേക്ക് എത്താൻ ഈ 20 മാർക്ക് എത്ര വേഗം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും, അത്രത്തോളം വേഗം പഠിക്കാൻ പറ്റുന്ന സിമ്പിൾ പോർഷൻ ആണ്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾക്ക് സ്ക്രീനിൽ കൃത്യമായ വിവരം അറിയാം. നഴ്സറി സ്കൂൾ ടീച്ചറിന്റെ സിലബസ് എനിക്ക് ഈ അടുത്ത് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറെ ബഹുമാനം തോന്നിയ ഒരു സിലബസാണ് ഈ നഴ്സറി സ്കൂൾ ടീച്ചറിന്റെ സിലബസ്. ശരിക്കും അത്ഭുതം തോന്നി. കാരണം ഒരു നഴ്സറി സ്കൂൾ ടീച്ചർ ആകാൻ പോകുന്ന ഒരു അധ്യാപിക എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, എന്തെല്ലാം അറിവുകൾ ഉണ്ടായിരിക്കണം എന്ന് കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ ഈ പരീക്ഷയ്ക്ക് പാസ്സാകാൻ കഴിയൂ. അപ്പോൾ സ്വാഭാവികമായും ഇതിലൂടെ ഈ പരീക്ഷ പഠിച്ച് പാസ്സായി പരീക്ഷ എഴുതി പുറത്തു വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മികച്ച റാങ്ക് ലഭിക്കുകയാണ് എങ്കിൽ ഏറ്റവും നല്ല ടീച്ചറായിരിക്കും. കാരണം പുതുതായി ഒരു എക്സ്പീരിയൻസിൻ്റെയും ആവശ്യകത അവർക്ക് വരുന്നില്ല. എല്ലാ മേഖലകളെയും തരണം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ പരീക്ഷയ്ക്ക് മികച്ച വിജയം കരസ്ഥമാക്കാൻ കഴിയൂ. എന്താണെന്ന് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് സിലബസിലേക്ക് കടക്കാം. അതിൽ ആദ്യം യൂണിറ്റ് 1 ഏകദേശം 10-ലധികം മാർക്ക് നമുക്ക് തന്നിട്ടുള്ള ഒരു മേഖലയാണ്. ഹെഡിങ് ശിശു വിദ്യാഭ്യാസം സാമൂഹിക ദാർശനിക അടിത്തറ. ഈ പദമാണ് നമുക്ക് വേണ്ടത്. ദാർശനികം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ദർശനം. ദാർശനികൻ, ദർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് ടേം ഫിലോസഫി എന്നും ഫിലോസഫർ എന്നുമാണ്. ദർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലോസഫി, ദാർശനികൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലോസഫർ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും തത്വചിന്തയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരിക്കാം. നമ്മൾ അധ്യാപക വിദ്യാർത്ഥികളായിരുന്ന സമയത്ത് ഗാന്ധിജിയെയും പെസ്റ്റലോസിയെയും മോണ്ടിസോറിയെയും ഫ്രോബലിനെയും ജോൺ ഡൂയിയെയും കിൽപാട്രിക്കിനെയും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കാം, അല്ലെ? ഇവരൊക്കെ ദാർശനികന്മാരാണ്. നിരവധി വിദ്യാഭ്യാസ ദർശനങ്ങളുടെ വക്താക്കളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ഉൾപ്പെടുന്ന ഒരു ഏരിയയാണ്, ഫിലോസഫിയുടെ ഒരു ഏരിയയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ തത്വചിന്തയാണ്, ആശയങ്ങളാണ് പ്രധാനമായും വരുന്നത്. ശിശു വിദ്യാഭ്യാസം അർത്ഥവും വ്യാപ്തിയും, സാമൂഹിക ദാർശനിക സാംസ്കാരിക രാഷ്ട്രീയ ഘടകങ്ങൾ ശിശു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആത്യന്തികമായ തത്വങ്ങളായിരിക്കും, അവിടെ ഫിലോസഫിയുടെ വരുന്നതാണ്. വിദ്യാഭ്യാസ ദർശനങ്ങൾ അത് ഏറ്റവും ആദ്യത്തെ ഐഡിയലിസം, പിന്നീട് വന്ന നാച്ചുറലിസം, പിന്നീടുണ്ടായിട്ടുള്ള പ്രഗ്മാറ്റിസം, റിയലിസം, അങ്ങനെ ആദർശവാദം, പ്രകൃതിവാദം, പ്രായോഗികവാദം, യാഥാർത്ഥ്യവാദം തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ ദർശനങ്ങൾ, വിദ്യാഭ്യാസ ദാർശനികന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞു ആ വിദ്യാഭ്യാസ ചിന്താധാരയുമായി ബന്ധപ്പെട്ട ദാർശനികന്മാരാണ് ഞാൻ പറഞ്ഞ ഗാന്ധിജി, പെസ്റ്റലോസി, മോണ്ടിസോറി, ഫ്രോബല്, നമ്മുടെ കിൽപാട്രിക്, റൂസോ, കൊമീനിയസ് എന്നൊക്കെ പറയുന്ന ദാർശനികർ, പാശ്ചാത്യന്മാരായിട്ടുള്ള ദാർശനികരും ഇന്ത്യൻ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അവരുടെ സംഭാവനകൾ, കിൻഡർ ഗാർഡനും മോണ്ടിസോറി സ്കൂളൊക്കെ അതിനകത്ത് വരുന്നു. ദെൻ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അനിവാര്യമാകുന്ന സാമൂഹ്യ സാഹചര്യം എന്തുകൊണ്ടാണ്? പണ്ട് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന് അത്ര കമ്പൽസറി സിറ്റുവേഷൻ ഇല്ലായിരുന്നു. ഇന്ന് 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ നഴ്സറി സ്കൂൾ കൊടുക്കണം എന്നുള്ളത് കൃത്യമായും പറയുന്ന, അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവരുന്ന ഒരു രീതി നമ്മൾ ഇന്ന് കണ്ടുവരികയാണ്. അപ്പോൾ അതിന്റെ പ്രാധാന്യവും അതിന്റെ സാമൂഹ്യ സാഹചര്യവും, ഇന്ത്യയിലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം, പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ തുല്യത, ഉൾപ്പെടുത്തൽ എന്നിവ പരിഗണിക്കൽ, ഇങ്ങനെ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട ഏകദേശം 10 മാർക്കോളം
നമുക്ക് ലഭിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്. ഇത് കുറച്ച് വിശാലമാണ്, പക്ഷേ വളരെ നല്ല രീതിയിൽ ഉത്തരം ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണ്. ഏറ്റവും പ്രധാനമായി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വിദ്യാഭ്യാസ ദർശനവും ദാർശനികന്മാരെയുമാണ് എന്നുള്ള കാര്യം കൃത്യമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി രണ്ടാമതൊരു 10 മാർക്കിന്റെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം വിവിധ ഏജൻസികൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയോ സ്ഥാപനങ്ങളെ കുറിച്ചായിരിക്കും എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ. ഈ വിദ്യാഭ്യാസ ഏജൻസികൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. ഇപ്പൊ DDE എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ ഏജൻസിയാണ് അല്ലെ, ഒരു സിസ്റ്റമാണ് അല്ലെ. DGE എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ ഏജൻസിയാണ് അല്ലെ. വിദ്യാഭ്യാസ വകുപ്പ് ഒരു വിദ്യാഭ്യാസ ഏജൻസിയാണ് അല്ലെ. അപ്പൊ AEO എന്നൊക്കെ പറയുന്നത്, DEO എന്നൊക്കെ പറയുന്നത്, അപ്പൊ സ്വാഭാവികമായും പ്രീ സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഏജൻസികൾ, പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിവിധ ഏജൻസികൾ ഏതെല്ലാമാണ് എന്നുള്ളതും അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ പഠിക്കണം. വിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ തന്നെ വനിതാ ശിശു വികസന വകുപ്പ്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ചുമതലയും. ഇതൊക്കെ എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഹൈസ്കൂളിന്റെ ചുമതല ജില്ലാ പഞ്ചായത്തിനും ഒരു പ്രൈമറി സ്കൂളിന്റെ ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിനുമൊക്കെയാണ്. അപ്പോൾ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സിസ്റ്റമായും, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയുമായും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. ദേശീയ, അന്തർദേശീയ, സംസ്ഥാനങ്ങളിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികൾ, അതായത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഇന്റർനാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും അതുപോലെ തന്നെ നാഷണൽ ലെവലിലും പ്രവർത്തിക്കുന്ന പ്രീ സ്കൂളുമായി ബന്ധപ്പെട്ട, പ്രീ സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട വിവിധ വിദ്യാഭ്യാസ ഏജൻസികളെ കുറിച്ച് പഠിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് മക്കളെ. ഒരു ജനറൽ PSC എഴുതിയെടുക്കുന്നതിന്റെ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 20 മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു സമുദ്രത്തിലേക്ക് പോകുന്ന ഒരു കടലാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ 100 മാർക്കിലേക്ക് എത്താൻ ഈ 20 മാർക്ക് എത്ര വേഗം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും, അത്രത്തോളം വേഗം പഠിക്കാൻ പറ്റുന്ന സിമ്പിൾ പോർഷൻ ആണ്. ഇനി 3 മാർക്കിന്റെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് കുട്ടികളുടെ ആരോഗ്യവും രോഗപ്രതിരോധവും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, അവിടെ ആരോഗ്യം, ഹെൽത്ത് ആണ്. നമുക്കറിയാം, കുട്ടി എന്ന് പറയുന്നത് നാളെ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാകേണ്ട, നാളെ രാജ്യത്തെ ഇരു കൈകളിലും കൊണ്ടു നടന്ന് സംരക്ഷിക്കേണ്ട നാളത്തെ പ്രബുദ്ധ ജനസംഖ്യ എന്ന് പറയുന്ന ഒരു വലിയ ഭാഗമാകേണ്ടവരാണ്. അവരുടെ ഏറ്റവും ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് പ്രീ സ്കൂളാണ്. അപ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നല്ല രീതിയിൽ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകേണ്ട ആൾ എങ്ങനെയാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വിദ്യാഭ്യാസവും ഉണ്ടായിരിക്കണം, അവന് ആരോഗ്യവും ഉണ്ടായിരിക്കണം അല്ലെ. അപ്പോൾ അവന് വിദ്യാഭ്യാസവും ആരോഗ്യം, വിദ്യാഭ്യാസത്തെ പോലെ തന്നെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള, ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഒരു വ്യക്തിയുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അത് തന്നെ കുട്ടികളുടെ ആരോഗ്യവും അവരുടെ രോഗപ്രതിരോധ രീതികളും, അവർക്ക് കുട്ടിക്കാലത്തുള്ള വാക്സിനുകളും അവരുടെ മറ്റ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. കാരണം നിങ്ങൾ പലരും മാതാവാണ്, പലരും പിതാക്കന്മാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്, എന്താണ് ആരോഗ്യം, എന്താണ് അർത്ഥവും വ്യാപ്തിയും. അതായത് യുനെസ്കോയൊക്കെ എങ്ങനെയാണ് ആരോഗ്യത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒക്കെ എന്താണ് ആരോഗ്യത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അർത്ഥവും വ്യാപ്തിയും, ശാരീരിക ആരോഗ്യം, മാനസികാരോഗ്യം, സാമൂഹിക ആരോഗ്യം അല്ലെ. അതായത് ആരോഗ്യം എന്ന് പറയുന്നത് കേവലം ശാരീരിക ആരോഗ്യം മാത്രമല്ല, അവന് മാനസികമായിട്ടുള്ള ആരോഗ്യം. സിഗ്മണ്ട് ഫ്രോയിഡ് ഒക്കെ പറയുന്ന കണക്ക് ഒരു മനുഷ്യന് മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് വലിയ രീതിയിൽ ശരീരത്തെ ബാധിക്കുമെന്നുള്ളതാണ്. ഒരാളുടെ മാനസിക പ്രശ്നം വലിയ രീതിയിൽ അയാളുടെ ശാരീരിക അവസ്ഥയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശാരീരിക ആരോഗ്യം, മാനസികാരോഗ്യം, അതുപോലെ തന്നെ സാമൂഹ്യ ആരോഗ്യം, ശിശുക്കളുടെ മാനസികാരോഗ്യം. എന്താണ് മാനസികാരോഗ്യം, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മാനസികാരോഗ്യത്തെ, മാനസികാരോഗ്യ പരിപാലനം, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, അവ പരിഹരിക്കുന്നതിനുള്ള വഴികൾ, ഇതെല്ലാം നമ്മുടെ ഈ സിലബസിൽ വരുന്നതാണ്. അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ. അപ്പം നമുക്കറിയാം, കാതറിൻ ബ്രിഡ്ജസിനെ പോലെയുള്ള പ്രതിഭാധനരായിട്ടുള്ള മനഃശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുണ്ട്, മാനസികാരോഗ്യം എന്ന് പറയുന്നത് അനിവാര്യ ഘടകമാണ്, അവരുടെ വൈകാരികമായ തലത്തെ തൊട്ടുണർത്തുന്ന ഒരു ഘടകമാണ് എന്ന് പറയുന്നത്. അതായത് കുട്ടികൾ ഐസൊലേറ്റഡ് ആയി പോകാം, കുട്ടികൾ എന്താണ് പറയുന്നത്, മറ്റാരുമായി ബന്ധപ്പെടാതെ ഒഴിഞ്ഞു മാറി നിന്നൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ കുട്ടിക്കാലത്തെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് അവർക്ക് നല്ല മാനസിക പിന്തുണ നൽകേണ്ട കാര്യങ്ങളുടെ അനിവാര്യത എടുത്തു കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ
പ്രീ സ്കൂൾ അധ്യാപനത്തിൽ അതിനൊരു വലിയ സ്ഥാനമുണ്ട്. അതാണ് ഇത്രയും ബൃഹത്തായിട്ടുള്ള പോർഷൻസ് നിങ്ങൾക്ക് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് തന്നത്. ഇനി കുട്ടികൾക്ക് നൽകേണ്ട പ്രധാന രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ, അതിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ പരിസരം, വീടും പരിസരവും പ്രീ സ്കൂൾ പരിസരവും, ആരോഗ്യവും കായിക പഠനവും, കായിക പ്രവർത്തനങ്ങൾ, കളികൾ, വിശ്രമം, ഉറക്കം, ആവശ്യകത, ശാസ്ത്രീയമായ കാര്യങ്ങൾ. എന്റെ മക്കളെ, നിങ്ങളൊരു അംഗൻവാടിയിൽ പോയി 10 മണി മുതൽ 3 മണി വരെ ഇരുന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ മൊത്തവും ഇതിനകത്തില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ വസ്തുതകൾ മാത്രം നമ്മൾ ഗൗരവത്തോടു കൂടി പഠിക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ്. പക്ഷേ എനിക്ക് ഈ സിലബസിനോട് ബഹുമാനം തോന്നുന്നു എന്ന് പറയാൻ കാരണം കൃത്യമായും ഒരു പോസ്റ്റിനോട് നീതി പുലർത്തുന്ന സിലബസ് ആണ്. ആ നീതി പുലർത്താൻ ഇതിന് കൃത്യമായി കഴിയുമെന്നുള്ളത് തന്നെ ഇതുവരെ നമ്മൾ കണ്ട ടോപ്പിക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഇനി യൂണിറ്റ് 4 എന്റെ പോർഷൻ വരുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. അതായത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തില് വ്യത്യസ്ത സമീപനങ്ങളുണ്ട്. അതായത് ഘടനാവാദം മുതൽ മാനവികതാവാദം വരെ, സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം വരെ ഉള്ള വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ വ്യത്യസ്ത സമീപനങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. എടുത്തു പറഞ്ഞിട്ടുണ്ടെന്ന് ചേഷ്ടാവാദം, അതുപോലെ തന്നെ ജ്ഞാതൃ മനഃശാസ്ത്രം എന്നാണ്. ജ്ഞാന നിർമ്മിതിവാദത്തിലെ ജ്ഞാതൃ മനഃശാസ്ത്രം, മാനവികതാവാദം, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം, ഇതെല്ലാം ലോകത്തിൽ ഏറ്റവും സ്വാധീനിക്കപ്പെട്ട ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള മനഃശാസ്ത്ര ചിന്താധാരകളാണ്, സ്കൂൾ ഓഫ് തോട്ടുകളാണ്. അതെല്ലാം നമുക്ക് പഠിക്കണം. ഇതിന്റെയൊക്കെ വക്താക്കളെല്ലാം നമ്മൾ പഠിക്കണം. പാവ്ലോവ് മുതൽ അങ്ങോട്ട് ജീൻ പിയാഷെ വരെയുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇനി മനഃശാസ്ത്രത്തിലെ പഠന രീതികൾ നമുക്ക് തന്നിട്ടുള്ളത് ഇത്രയും മാത്രമേ ഉള്ളൂ. നിരീക്ഷണം, അഭിമുഖം, പരീക്ഷണ രീതി, കേസ് സ്റ്റഡി, ക്രിയാഗവേഷണം. ഈ കേസ് സ്റ്റഡി, ക്രിയാഗവേഷണം കൂടാതെ ഒരെണ്ണം കൂടി ഇതിനകത്ത് നമുക്ക് പഠിക്കണം. അത് ആത്മപരിശോധന രീതി, ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഇനി അതുപോലെ തന്നെ പ്രീ സ്കൂൾ കുട്ടിയുടെ പ്രകൃതം, അവന്റെ ശിശുവികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ശിശുവികാസ മേഖലകളുടെ മനഃശാസ്ത്ര അടിത്തറയും. അപ്പോൾ ശിശുവികാസത്തിന് മനഃശാസ്ത്രപരമായിട്ടുള്ള എന്തൊക്കെ വസ്തുതകൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി കൊടുക്കണമെന്ന് പറയുന്ന കാര്യങ്ങളാണ് അവിടെ. ഇനി മറ്റൊരു സൈക്കോളജിയുടെ മനഃശാസ്ത്രത്തിന്റെ ഒരു പ്രൈം പോർഷൻ ആണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. വ്യക്തിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിത്വത്തിന്റെ സങ്കല്പം, വ്യത്യസ്ത സമീപനങ്ങൾ. അതായത് നമുക്ക് ആൽപോർട്ടിനെ പഠിക്കണം, അവിടെ സിഗ്മണ്ട് ഫ്രൂഡിനെ നമുക്ക് പഠിക്കണം, കാൾ റോജേഴ്സിനെ നമ്മൾ പഠിക്കണം, എബ്രഹാം മാസ്ലോയെ പഠിക്കണം. അങ്ങനെയുള്ള വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങള്, അതുപോലെ തന്നെ പഠനം, ലേണിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ, പഠനത്തെ സ്വാധീനിച്ച വ്യത്യസ്ത സമീപനം, അനുബന്ധനം, ഉൾക്കാഴ്ച സിദ്ധാന്തം, ജ്ഞാനനിർമ്മിതിവാദം. ഈ കാര്യങ്ങൾ, ഈ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ തുടക്കം ഇവിടെ അങ്ങ് ഡിസ്കസ് ചെയ്യും. അതായത് ഈ ചേഷ്ടാവാദം മുതൽ സാമൂഹിക നിർമ്മിതിവാദം വരെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഈ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് തന്നെയായിരിക്കും വരുന്നത്. അവിടെ ആ പറയപ്പെട്ട വ്യക്തികളുടെ, മനഃശാസ്ത്രജ്ഞരുടെ പഠനവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളും കോൺസെപ്റ്റുകളും നമ്മൾ അവിടെ തന്നെ പഠിക്കും. ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ പോർഷൻസ് കംപ്ലീറ്റ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ബുദ്ധി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ബുദ്ധിയെ കുറിച്ചുള്ള ധാരണ, ബുദ്ധി സങ്കല്പത്തിൽ വന്ന മാറ്റങ്ങൾ, അടിസ്ഥാനപരമായ ബുദ്ധിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ, IQ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഇന്റലിജൻസ് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ബഹുമുഖ ബുദ്ധി, ഹൊവാർഡ് ഗാർഡറുടെ വൈകാരിക ബുദ്ധി, ഡാനിയൽ ഗോൾഡ്മാന്റെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ നമ്മൾ അവിടെ ചർച്ച ചെയ്യുന്നു. അതുപോലെ തന്നെ മനഃശാസ്ത്രത്തിൽ നിന്നും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അതായത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പുതിയ സമീപനങ്ങൾ. നിങ്ങൾ ശ്രദ്ധിക്കുക, 12 മാർക്കാണ്. ഇതാണ് ഈ റാങ്ക് നിർണ്ണയിക്കുന്ന 2 ഘടകങ്ങളാണ് മനഃശാസ്ത്രവും ഈ ഭാഗവും എന്ന് പറയുന്നത്. മനഃശാസ്ത്രവും ഈ ഭാഗവും എന്ന് പറയുന്ന റാങ്ക് നിർണ്ണയിക്കുന്ന 2 ഘടകങ്ങളാണ്. കാരണം ഇതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 കറണ്ട് അഫയേഴ്സ് ആണെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. ഈ ദേശീയ വിദ്യാഭ്യാസ നയം 2020 മിക്ക സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി വരുന്നതേ ഉള്ളൂ, നടപ്പിലാക്കിയിട്ടില്ല പൂർണ്ണമായും. അതുകൊണ്ട് തന്നെ അതിന്റെ കണ്ടന്റുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. നല്ല ചോദ്യങ്ങൾ ആപ്ലിക്കേഷൻ ലെവലിൽ വരാം. 2 ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് 2022 ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട്, അതായത് 2005 വന്ന ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിൽ നിന്നുമുള്ള ചട്ടക്കൂട് ഫൗണ്ടേഷൻ സ്റ്റേജ് 2022 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നിപുൺ ഭാരത് മാർഗനിർദ്ദേശങ്ങൾ, ഇത് ഈ 2 കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് നിപുൺ ഭാരത് എന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സിലൊക്കെ മറ്റു പരീക്ഷകൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വിദ്യാപ്രവേശ, യുനെസ്കോയുടെ സുസ്ഥിര വികസനം 2030, യുനെസ്കോയുടെ സുസ്ഥിര വികസനം, യുനെസ്കോയുടെ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, യുനെസ്കോയുടെ സുസ്ഥിര വികസനം ഇൻഡെക്സ് 2030 നമ്മൾ പഠിക്കണം. അതിനുശേഷം വരുന്നത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ 2014 NCERT-യുടെ മാർഗനിർദ്ദേശക രേഖ, മാർഗരേഖ 2014 മുതൽ 2014 മാർഗരേഖ
കേരള സ്കൂൾ പാഠ്യപദ്ധതി ചട്ടക്കൂട് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 2023 NCERT പുറത്തിറക്കിയ കേരള സ്കൂൾ പാഠ്യപദ്ധതി ചട്ടക്കൂട്, കേരള സ്കൂൾ പാഠ്യപദ്ധതി ചട്ടക്കൂട്, അതിലെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, വേറെ എങ്ങോട്ടും നിങ്ങൾ പോകണ്ട. ദെൻ സമഗ്ര ശിക്ഷ കേരളയുടെ പ്രീ സ്കൂൾ രംഗത്തെ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട്, കടല് പോലെയാണ് മക്കളെ. SSK യുടെ സമഗ്ര ശിക്ഷ കേരളയുടെ പ്രീ സ്കൂൾ രംഗത്തെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇവിടെ SSK വരുമ്പോഴും കേരള പാഠ്യപദ്ധതി വരുമ്പോഴും NCERT വരുമ്പോഴും മക്കളെ നിങ്ങൾ ചിന്തിക്കണം, പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ പൊതുവിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാണ്. ദേശീയ വനിതാ ശിശു വികസന മന്ത്രാലയം പ്രസിദ്ധീകരിച്ച പാഠ്യപദ്ധതി 2024 നവചേതന, ആധാർശില, ഈ രണ്ട് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ദേശീയ വനിതാ ശിശു വികസന മന്ത്രാലയം പ്രസിദ്ധീകരിച്ച പാഠ്യപദ്ധതി അത് നിങ്ങൾ പഠിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് നിങ്ങളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കാൻ പോകുന്ന മേഖല. പക്ഷേ എൻട്രിയിൽ അതിന് അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി 6ാമത്തതാണ് ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും. മാർക്ക് 16 മാർക്ക്. നോക്കിയേ, ഇവിടെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളായിരിക്കും, ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ട, യുക്തി ഉപയോഗിച്ചാൽ മതി. കുട്ടികൾക്കായി നൽകുന്ന പ്രവർത്തനങ്ങളുടെ സവിശേഷതകൾ, കുട്ടികളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും, പ്രീ സ്കൂൾ പഠന പ്രവർത്തനങ്ങളിൽ ഉദ്ഗ്രഥന സമീപനം, ഇന്റഗ്രേറ്റഡ് അപ്രോച്ച്. ഉദ്ഗ്രഥന സമീപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സബ്ജക്റ്റ് അല്ലേ പഠിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് +2 നിങ്ങൾ പഠിച്ചത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, എങ്ങനെ ഓരോ വിഷയങ്ങളായിട്ടല്ലേ പഠിച്ചത്. എന്നാൽ നിങ്ങൾ പ്രീ സ്കൂളിൽ പഠിക്കുമ്പോൾ, നിങ്ങൾ ഒരു പ്രീ സ്കൂളിൽ ഒരു കുട്ടിയെ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ ഇതെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടല്ലേ പഠിക്കുന്നത്. ഒരു ചെറിയ കഥ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് കണക്ക് കാണും, മലയാളം കാണും, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കാണും അല്ലേ. അപ്പോൾ അതിനെയാണ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് പ്രീ സ്കൂൾ വിദ്യാലയങ്ങളിൽ ഈ ഉദ്ഗ്രഥന സമീപനത്തിന്റെ പ്രസക്തി എന്ത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട മൊഡ്യൂളിൽ വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ദെൻ പ്രീ സ്കൂൾ വിദ്യാഭ്യാസങ്ങളുടെ പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളുടെ ആസൂത്രണം, പാഠ്യപദ്ധതി ഉദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും തമ്മിലുള്ള ബന്ധം, വൈവിധ്യമുള്ള പ്രവർത്തനങ്ങൾ നൽകേണ്ടതിന്റെ ആവശ്യകത, പ്രീ പ്രൈമറി പ്രവർത്തനങ്ങളുടെ വൈവിധ്യം, ആവശ്യകത, കളികൾ, കഥകൾ, പാട്ടുകൾ, അഭിനയം, ശാസ്ത്ര പരീക്ഷണങ്ങൾ, സ്വതന്ത്ര ഭാഷണം, നിർമ്മാണം, ശേഖരിക്കൽ, പ്രകൃതി നടത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, ഒരു കുട്ടിക്ക് പാവകളി, നിറം കൊടുക്കൽ, ചിത്രം വര, നാടകാവിഷ്കരണം, ചമഞ്ഞുകളി പ്രവർത്തനങ്ങളുടെ സവിശേഷതകൾ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളും പ്രീ പ്രൈമറി പഠനവും, വിവര സാങ്കേതിക വിദ്യയും പ്രീ പ്രൈമറി പഠനവും. സിമ്പിൾ ആയിട്ടാണ് ഡെഫിനിഷൻ. സിമ്പിൾ ആയിട്ടൊന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ മക്കളെ, ഒരു പ്രീ പ്രൈമറി ക്ലാസ് മുറിയിൽ അധ്യാപകൻ പഠിപ്പിക്കേണ്ടതും അധ്യാപകൻ അനുവർത്തിക്കേണ്ടതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു മാസ്റ്ററി അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഭാഗമാണിത്. എന്താണ് പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, കളികളിലൂടെ എങ്ങനെ പഠിപ്പിക്കാം, കളികളിൽ എങ്ങനെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാം, ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള വിശാലമായ ഒരു ഭാഗമാണ് 16 മാർക്കിന് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് തീർന്നില്ല. പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളിലൂടെ പ്രാധാന്യവും പ്രസക്തിയും, പ്രീ സ്കൂൾ കുട്ടികൾക്കിണങ്ങിയ ബാലസാഹിത്യം, പ്രസക്തി, പ്രാധാന്യം, ഉപയോഗം എങ്ങനെ, പ്രീ സ്കൂൾ ടീച്ചറുടെ പ്രവർത്തന ആസൂത്രണം, ടീച്ചിങ് മാനുവൽ, വിവിധ തരത്തിലുള്ള ആസൂത്രണങ്ങൾ, വാർഷികം, പ്രതിമാസം, പ്രതിദിനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടാണ്. യൂണിറ്റ് പ്ലാന്, ഇയർലി പ്ലാൻ, മന്ത്ലി പ്ലാൻ. അതായത് ഈ പ്രീ സ്കൂൾ കാലഘട്ടത്തിൽ പ്രീ സ്കൂളുമായി ബന്ധപ്പെട്ട ക്ലാസ് മുറികളിൽ ടീച്ചർ പഠിപ്പിക്കേണ്ടതും ടീച്ചർ കൊണ്ടുവരേണ്ടതും അനുവർത്തിക്കേണ്ടതുമായിട്ടുള്ള വസ്തുതകളാണ് അവിടെ 16 മാർക്കിന് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഞാൻ പറഞ്ഞ കണക്ക് ഒരുപാട് ഇലാബറേറ്റ് ആയിട്ടുള്ള കണ്ടന്റുകളല്ല നമുക്ക് അവിടെ പഠിക്കേണ്ടി വരുന്നത്. അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തെ എങ്ങനെ നേരിടാൻ കഴിയണം എന്നുള്ള കാര്യം കൃത്യമായി പഠിച്ചുകൊണ്ട് വസ്തുതകളെ വിലയിരുത്തിയുള്ള ചോദ്യങ്ങളായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി 7ാമത്തെ യൂണിറ്റ് ആണ് പ്രീ സ്കൂൾ വിദ്യാഭ്യാസവും വിലയിരുത്തലും. വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 2 കോൺസെപ്റ്റുകൾ കൊണ്ടുവരാം. അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. കുട്ടികളെ അവരുടെ പ്രവർത്തനങ്ങളും പ്രകടനങ്ങളും പഠനവും നമ്മൾ വിലയിരുത്തുകയാണ്. വിലയിരുത്തൽ എങ്ങനെ കുട്ടികളുടെ പ്രകൃതത്തിനിണങ്ങിയ വിലയിരുത്തൽ രീതികൾ, നിരന്തര വിലയിരുത്തലിന്റെ പ്രാധാന്യം, പ്രയോജനങ്ങൾ, വിലയിരുത്തൽ രേഖപ്പെടുത്തൽ, വിലയിരുത്തൽ ഫലങ്ങൾ, രക്ഷിതാക്കളുമായുള്ള പങ്കുവെക്കൽ, ടീച്ചറുടെ ദൈനംദിനാസൂത്രണം, വിലയിരുത്തലും. അപ്പോൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ, കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, അതുപോലെ തന്നെ കണ്ടിന്യൂസ് അസസ്മെന്റ്, അസസ്മെന്റ് ആസ് ലേണിംഗ് എന്നൊക്കെ പറയുന്ന വിലയിരുത്തലുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുകൾ, അധ്യാപകന്റെ ഓരോ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ അധ്യാപകൻ കൊണ്ടുപോകേണ്ട പ്ലാനുകൾ, ആസൂത്രണം എല്ലാം അതിനകത്ത് കൃത്യമായി വരുന്നുണ്ട്. ഇനി ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് മാർക്ക് 7ന് വരുന്നത്. ഇവിടെയാണ് നിങ്ങൾക്ക് പുതുതായിട്ടൊന്നും വലുതായിട്ട് പഠിക്കാനില്ലാത്തൊരു ഭാഗം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അധ്യാപക യോഗ്യത എന്താണെന്ന്. അതിന്റെ സേവനകാല പരിശീലനം, സേവന പൂർവ്വ പരിശീലനം, പ്രീ സ്കൂൾ NCET,
മാർഗനിർദ്ദേശങ്ങൾ. അതായത് NCET എന്ന് പറയുന്നത് എന്താ? നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ, NCTEL. ഓക്കെ, പ്രീ സ്കൂൾ NCT മാർഗനിർദ്ദേശങ്ങൾ, ക്ലാസ് റൂം സുരക്ഷാ പ്രവർത്തനങ്ങളുടെ ഇടങ്ങള്, ഇതെല്ലാം പ്രീ സ്കൂൾ സ്ഥാപനങ്ങളിലെ ഭൗതിക സൗകര്യങ്ങൾ, സുരക്ഷയും സുരക്ഷിതത്വവും, നിർവഹണം, മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ്യതയും അടിസ്ഥാന സൗകര്യങ്ങളും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അവിടെ വരുന്നത്. ഇനി 9 പോഷണവും പോഷകാഹാരവും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. നമുക്കറിയാം നമ്മൾ ഒരു ICDS എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം എന്ന് പറയുന്ന 1975 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. ICDS പ്രോഗ്രാംസ് ആർ റെൻഡറിംഗ് ത്രൂ അംഗൻവാടീസ് എന്നാണ് അല്ലെ? ICDS പ്രോഗ്രാംസ് ആർ റെൻഡറിംഗ് ത്രൂ അംഗൻവാടീസ്. അതായത് ICDS പദ്ധതി രാജ്യത്തിലുടനീളം നടത്തുന്നത് അംഗൻവാടികളിലൂടെയാണ്. അംഗൻവാടി ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും ആ അംഗൻവാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹെൽത്തിന് വേണ്ടി കൊടുക്കുന്ന പോഷകാഹാരമാണ് അല്ലെ? അപ്പോൾ പോഷകവും പോഷകാഹാരവും എന്ന് പറയുന്ന ഒരു വലിയ ഭാഗമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. പോഷണത്തിന്റെ ആവശ്യകത, പോഷണ ഘടകങ്ങൾ, അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, സമീകൃത ആഹാരം. ഒരു പ്രീ സ്കൂൾ അധ്യാപിക അറിഞ്ഞിരിക്കേണ്ടേ, നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടേ. അതുപോലെ തന്നെ പ്രാദേശികവും ചെലവ് കുറഞ്ഞതുമായ സമീകൃത ആഹാരം, ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണക്രമം, കുട്ടികളിലെ പൊണ്ണത്തടി, കുട്ടികളിലെ പ്രമേഹം. നിങ്ങൾക്കറിയാം കൊച്ചുകുട്ടികളിൽ പോലും പ്രമേഹം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. കൊച്ചുകുട്ടികളിൽ അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പോഷകാഹാരവും പോഷകത്തിന്റെ പ്രാധാന്യവും പോഷണത്തിന്റെ പ്രാധാന്യവും ഉയർത്തി കാണിക്കുന്ന ഒരു മൊഡ്യൂളായിരുന്നു 9ാമത്തെ മൊഡ്യൂള്. നിങ്ങൾക്കറിയാം അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന്. 10 നോക്കിയേ, പ്രീ സ്കൂളും സമൂഹവും. മാർക്ക് 10 ആണ്. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ രക്ഷിതാർത്ഥാക്കളുടെ പങ്ക്. സൊസൈറ്റി ആകുമ്പോഴത്തേക്ക് സ്കൂളും സമൂഹവും എന്ന് പറയുമ്പോഴത്തേക്ക് അത് അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളുമായിട്ടുള്ള ബന്ധം ആകാം അല്ലെ? അതുപോലെ തന്നെ രക്ഷകർത്താക്കളുമായിട്ടുള്ള ബന്ധവുമാകാം, തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധവുമാകാം. അതുപോലെ തന്നെ നമ്മൾ സ്കൂളുകളിൽ കണ്ടിട്ടുള്ള SMC പോലെയുള്ള സംവിധാനങ്ങൾ പോലെയുള്ള ബന്ധങ്ങളാകാം. ഓക്കെ, അപ്പോൾ പ്രീ സ്കൂൾ സമൂഹവും മാർക്കും. അതില് പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ രക്ഷകർത്താക്കളുടെ പങ്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രീ സ്കൂളും, പ്രീ സ്കൂൾ PTA, പ്രീ സ്കൂളിന്റെ PTA പേരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ, രക്ഷിതാക്കളുടെ ശാക്തീകരണ പരിപാടികൾ, പ്രീ സ്കൂൾ ശക്തിപ്പെടുത്തുന്നതിൽ സമൂഹത്തിന്റെ പങ്ക്, ക്ലസ്റ്റർ അധിഷ്ഠിത പ്രീ സ്കൂൾ സന്നദ്ധ സംഘടനകളും പ്രീ സ്കൂൾ രംഗത്തെ വിവിധ ഏജൻസികളുടെ ഏകോപനത്തിന്റെയും ആവശ്യകതയും കൃത്യമായിട്ട് പറയുന്ന ഒരു 10ാമത്തെ മൊഡ്യൂൾ. 7 മാർക്ക്. അപ്പോൾ ഞാൻ തുടക്കം പറഞ്ഞത് കൃത്യമായി മനസ്സിലായല്ലോ. ഒരു പ്രീ സ്കൂൾ ടീച്ചറിന് എന്തൊക്കെ ഗുണഗണങ്ങൾ ആവശ്യമാണോ, എന്തൊക്കെ അറിവുകൾ ആവശ്യമാണോ, അതിന് മുഴുവനുമായും നീതി പുലർത്തുന്ന ഒരു സിലബസ് ആണ് ഈ പറയുന്ന പ്രീ സ്കൂൾ ടീച്ചേഴ്സ് എഡ്യൂക്കേഷന്റെ സിലബസ് എന്ന് പറയുന്നത്. സോ വളരെ വിശാലമാണ്. അതുകൊണ്ട് തന്നെ സെൽഫ് സ്റ്റഡി ഇതിനകത്ത് ഒരു കാരണവശാലും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ എൻട്രി ക്ലാസ്സുകൾ കൃത്യമായി കേട്ട് MCQ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. ലെറ്റ് വി മീറ്റ് അഗൈൻ.